ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള പ്രത്യേക കഴിവ് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളതുപോലെ മറ്റാർക്കുമില്ല. ദുരന്ത നിവാരണ മേഖലയിലും വികസന പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പേരിലാക്കി ക്രെഡിറ്റ് നേടാൻ അദ്ദേഹത്തിനുള്ള കഴിവ് അനാദൃശ്യമാണ്. കോവിഡ്, പ്രളയമൊക്കെ അതിനായി അദ്ദേഹം നന്നായി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ രണ്ടാം ഊഴം പോലും ഈ ദുരന്തങ്ങൾ സമ്മാനിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലെ മന്ത്രിമാർക്കും അതേ ആഗ്രഹമുണ്ടാകുക സ്വാഭാവികം. പക്ഷെ എല്ലാ ആഗ്രഹവും വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ലല്ലോ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കുവൈറ്റിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി പോകാൻ തയ്യാറായി ചാടിയിറങ്ങിയ വീണ ജോർജിന് അവസാനം നെടുമ്പാശ്ശേരി വിമാനത്താവളം കണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ അനുമതി കിട്ടാതിരുന്നത് മൂലമാണ് വീണയുടെ യാത്ര മുടങ്ങിയത്. പുറപ്പെടാനുള്ള സമയമാകും വരെ യാത്രയ്ക്കുള്ള അനുമതി അംഗീകരിച്ചതായോ നിരസിച്ചതായോ അറിയിപ്പ് കിട്ടിയില്ല. പ്രതീക്ഷയുമായി ഏറെ നേരമിരുന്ന മന്ത്രി ഒടുവിൽ അനുമതി ലഭിക്കാതെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കായാണ് വീണയെ അയക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ വീണ ജോർജ് പ്രതികരിച്ചു. യാത്രാനുമതി നിഷേധിച്ചത് വേദനാജനകമാണ്. ചീഫ് സെക്രട്ടറി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിരുന്നു. അനുമതി ലഭിക്കുമെന്ന് വിശ്വസിച്ചാണ് നെടുമ്പാശ്ശേരിയിലെത്തിയത്. വീണ ജോർജ് പറയുന്നു. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇപ്പോഴേ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തൽക്കാലം കേരള സർക്കാരിന്റെ സേവനം അവിടെ ആവശ്യമില്ലെന്നും മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യൂ എന്നും പറയാതെ പറയുകയായിരുന്നു കേന്ദ്രം. ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുൾ അലിയും ചേർന്ന് ദുരന്ത സ്ഥലത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായി മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ എത്ര വിമാനങ്ങൾ തരാനും കുവൈത്ത് തയ്യാറാണ്. തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച പരിചരണവും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായവും നൽകാൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജബർ അൽ സബാഹ് ഉത്തരവിട്ടിട്ടുണ്ട്. കൂടാതെ ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമമാണ് തകർന്ന് തരിപ്പണമായത്. പോയി വന്നു കഴിഞ്ഞാൽ കേന്ദ്രം ചെയ്ത എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ കഴിവായി പ്രദർശിപ്പിക്കാനുള്ള ശ്രമമാണ് വീണ ജോർജിന്റെ യാത്ര റദ്ദായതിലൂടെ 8 നിലയിൽ പൊട്ടിയത്. തീപിടുത്തത്തിന്റെ കാരണം വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ ആയതിനാലാണ് മരണസംഖ്യ കൂടാൻ ഇടയായത്. കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീനിലുണ്ടായ പാചകവാതക സിലിണ്ടർ ചോർച്ചയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. സമുച്ചയത്തിന്റെ നിർമ്മാണത്തിലും പരിപാലനത്തിലുമുണ്ടായ പാകപ്പിഴവാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു. തിരുവല്ല നിരണം സ്വദേശിയായ KG എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ ജനറൽ ട്രേഡിംഗ് കമ്പനിയായ NBTCയുടെ നിയന്ത്രണത്തിലുള്ള തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇപ്പോഴും അവിടെ തുടരുകയാണ്. മലയാളികളേറെയുള്ള കുവൈത്തിലെ ഈ ദുരന്ത ഭൂമിയിൽ കേരള സർക്കാരിന്റെ ഇടപെടൽ എന്തുകൊണ്ടുണ്ടായില്ല എന്ന് വോട്ടർമാർ ചോദിച്ചാൽ എന്തു മറുപടി നൽകണമെന്നറിയാതെ കുഴങ്ങുകയാണ് പാവം നമ്മുടെ മന്ത്രിമാർ.